ഇന്നൊരു ദിവസം എന്റെ വീട് ഒരു ബിഗ് ബോസ് വീടായ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അങ്ങനെ രാവിലെ സൂര്യൻ ഉദിച്ച് വന്നതും ഞാൻ ബിഗ് ബോസിന്റെ സുപ്രഭാതം സുപ്രഭാതം എന്ന് വിളിച്ചു പോയി ഇപ്പൊ ഉറങ്ങി കിടക്കുന്ന ബിഗ് ബോസിന് വരെ ഞാൻ എണീപ്പിച്ചു. രാവിലെ എല്ലാവരുടെയും കൂടെ ഒപ്പം എണീറ്റ് ബാത്റൂമിലേക്ക് പോകാനൊക്കെ തിരക്കാവുന്ന എനിക്ക് അറിയുന്നതുകൊണ്ട് എല്ലാവരും എണീക്കുന്നതിന് മുന്നേ ഞാൻ എന്റെ പല്ലുതേപ്പും കുളിയൊക്കെ ചെയ്തു തീർത്തു. പിന്നെ ബിഗ് ബോസിന്റെ ഉള്ളിൽ ഫുൾ ടൈം മൈക്ക് ഇടണം എന്നായതുകൊണ്ട് ഈ കാണുന്ന ബാഗാണ് ഇന്നത്തെ എന്റെ മൈക്ക്. പിന്നെ ഈ ആഴ്ച ഞാൻ പാത്രം കഴുകുന്ന ടീമിലായിരുന്നു പെട്ടത്. അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാവരുടെയും ചായ ക്ലാസും പിന്നെ പാത്രങ്ങളൊക്കെ ഞാനാണ് ഒറ്റയ്ക്ക് കഴുകിയെടുത്തത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇന്ന് കിച്ചൺ ടീമാർ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് പുട്ടായിരുന്നു. പക്ഷെ പുട്ട് ഇന്ന് എല്ലാവർക്കും കഴിക്കാൻ തികഞ്ഞിണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാവിലെ എനിക്ക് വെറും അരക്കുറ്റി പുട്ടാണ് കഴിക്കാനായിട്ട് കിട്ടിയത്. അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് നേരെ ഭക്ഷണം കിട്ടിയില്ല എന്നും പറഞ്ഞ് രാവിലെ ഞാനും കിച്ചൺ ടീമും കൂടെ നല്ലൊരു അടിയും ഉണ്ടാക്കി. പിന്നെ അതിനുശേഷം ബിഗ് ബോസ് വിളിച്ച് ലിവിംഗ് ഹാളിൽ ഇരിക്കാൻ പറഞ്ഞ് ഒരു ടാസ്ക് ചെയ്ത് ജയിച്ചാൽ സമ്മാനം തരാന്ന് പറഞ്ഞു. പക്ഷെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു നാരങ്ങ സ്പൂൺ നടത്തുമായിരുന്നു. പിന്നെ നാരങ്ങ സ്പൂണിലൊക്കെ നമ്മൾ എക്സ്പേർട്ട് ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഞാൻ ആ ടാസ്കും ജയിച്ച് ബിഗ് ബോസിന്റെ സമ്മാനവും വാങ്ങി. അത് കഴിഞ്ഞ് രാവിലെ നേരത്തെ എണീറ്റതുകൊണ്ട് എനിക്കിപ്പോ കുറച്ചൊക്കെ ഉറക്കം വരാൻ തുടങ്ങി. അതുകൊണ്ട് ആരും കാണാതെ ഞാൻ എന്റെ കട്ടിലിൽ പോയി കുറച്ചു നേരം കിടന്നു. പക്ഷെ ഒന്ന് കണ്ണടച്ചതും ബിഗ് ബോസ് നായി കുറയ്ക്കുന്ന സൗണ്ട് ഇട്ടിട്ട് എന്നെ എണീപ്പിച്ചു. ഇത് കേട്ടതോ അമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നീ ഇപ്പൊ ഉറങ്ങിയത് കൊണ്ട് ഈ ആഴ്ച നമ്മൾക്ക് കിട്ടാനുള്ള റേഷൻ അരി ബിഗ് ബോസ് കട്ട് ചെയ്യോത്ര. അങ്ങനെ ഞാൻ കാരണം ഈ ആഴ്ച കിട്ടാനുള്ള റേഷൻ അരി കട്ടായി. അത് കഴിഞ്ഞ് താടിയും മുടിയൊക്കെ ബിഗ് ബോസിൽ ഇരുന്ന് വളർന്ന ആരും വെട്ടാനൊന്നും വരില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ വേണം ഇവിടെ നമ്മുടെ താടിയും മുടിയൊക്കെ വെട്ടി ഷേപ്പാക്കാൻ. അത് കഴിഞ്ഞ് സമയം ഇപ്പൊ ഉച്ചയായി. അതുകൊണ്ട് എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എന്റെയിലാണ് അവരുടെ പ്ലേറ്റുകൾ കഴുകാൻ തരുന്നത്. കാരണം ഞാനാണല്ലോ ഈ ആഴ്ചത്തെ പാത്രം കഴുകുന്ന ആള്. അങ്ങനെ അത് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വൈകുന്നേരം വരെ ഞാൻ ഇവിടെ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചു. പക്ഷെ ചായ കുടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ച് വിശക്കാൻ തുടങ്ങി. അതുകൊണ്ട് അടുക്കളയിൽ പോയി ഒരു തക്കാളി എടുത്തിട്ട് വന്ന് കട്ടിലിന്റെ അടിയിൽ ആരും കാണാതെ ഇരുന്ന് ഞാൻ ആ തക്കാളി മുഴുവനും തിന്നു തീർത്തു. അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് സമയം രാത്രിയായി. പക്ഷെ രാത്രി ബിഗ് ബോസ് വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് സമയം ഒരു 10 മണി ആയതും ബിഗ് ബോസ് വീട്ടിന്റെ ഉള്ളത്തെ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തു. അതുകൊണ്ട് എന്റെ ഈ ഒരു ബിഗ് ബോസ് ചലഞ്ച് ഞാൻ ഇവിടെ ഉറങ്ങി അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.